വിത്തിൻ 5 minutes അദ്ദേഹത്തിൻ്റെ 21,000 ദിർഹംസ് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ ഓഫീസിൽ വന്ന സമയത്ത് ഒരു അനുഭവം പറയുണ്ടായി. അദ്ദേഹം ഓൺലൈനിൽ എന്തോ ഒരു ചെറിയ ഐറ്റം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കെയർഫോറിൻ്റെ സൈറ്റ് എന്ന് വിചാരിച്ച് ഏതോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സൈറ്റിൽ കയറിയതാണ്. 100 ദിർഹംസിൻ്റെ താഴെയുള്ള ഒരു സാധനം അദ്ദേഹം പർച്ചേസ് ചെയ്തു. വിത്തിൻ 5 minutes അദ്ദേഹത്തിൻ്റെ 21,000 ദിർഹംസ് നഷ്ടപ്പെട്ടു. ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലയിൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം, ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്താലും ഈ കക്ഷിയെ പിടിക്കാൻ വേണ്ടി പറ്റണമെന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ഇവിടെ UAE വെച്ചിട്ട് പോലും ആയിരിക്കില്ല ഈ പേയ്മെൻറ്റ്, ഈ ഫ്രോഡ് വർക്കുകൾ നടക്കുന്നത്. ഇത്തരം ഒരുപാട് ഫ്രോഡ് വർക്കുകൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലൈസൻസിൻ്റെ പേയ്മെൻറ്റ്, അല്ലേ? പല യൂട്ടിലിറ്റി ബില്ലുകളും, ദേവ ബില്ല് അല്ലെങ്കിൽ മറ്റുള്ള പല യൂട്ടിലിറ്റി ബില്ലുകൾ അല്ലെങ്കിൽ ലൈസൻസിൻ്റെ പേയ്മെൻറ്റ്, ഇതൊക്കെ പകുതി പൈസയാക്കി തരാം എന്ന് പറയുന്ന എത്രയോ ഏജൻറ്റുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതെങ്ങനെയാണ് ഈ പകുതി പൈസയാക്കി കൊടുക്കുന്നത്? ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പേയ്മെൻറ്റ് വന്നാൽ ആ പേയ്മെൻറ്റിൻ്റെ പകുതിയാക്കുക എന്നുള്ളൊരു സംവിധാനം ഇവിടെ ഇല്ല. ചിലപ്പോൾ ഒരു ജനുവനായ ഒരു റീസണിലുള്ള ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ അതിൻ്റെതായ പേയ്മെൻറ്റ് ചിലപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓതറൈസ്ഡ് ഡിവിഷനിൽ വെച്ച് നമുക്ക് കുറക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ഒരു എമൗണ്ട് വന്നാൽ അതിനെ പകുതിയാക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെയില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ലൈസൻസിൻ്റെ 20,000 അല്ലെങ്കിൽ 30,000 ദിർഹംസ് നിങ്ങൾക്കൊരു പേയ്മെൻറ്റ് വൗച്ചർ കിട്ടുന്നു. അതിനെ പകുതിയാക്കി തരാം എന്നൊരു ഏജൻറ്റ് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ ലൈസൻസ് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. ഇതിനെ ഒരു ഫ്രോഡ് വർക്ക് കൊണ്ടല്ലാതെ പകുതിയാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് ഏതോ ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അയാൾ പോലും അറിയുന്നില്ല അയാളുടെ ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കക്ഷിയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വേറെ ഏതോ ഒരു ബില്ലടച്ചതിൻ്റെ പേയ്മെൻറ്റാണ് കട്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ലേഡിയുടെ ഒരു വിഷയം ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വരുന്നു, എമിഗ്രേഷനിലെത്തിയ സമയത്ത് പോലീസ് ബ്ലോക്ക് ചെയ്യുന്നു. അവരുടെ ലൈസൻസ് എടുത്തിരിക്കുന്നത് മറ്റേതൊരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ്. ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ആൾ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലയിൻറ്റ് ചെയ്തു. ഈ ലേഡി അറിയാതെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഏതോ ടൈപ്പിംഗ് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റൊരു ഏജൻറ്റിന് കൊടുത്തിട്ടുണ്ടാവാം. ആർക്കാണോ കൊടുത്തത് അതല്ല വിഷയം. അവർ ആരുമല്ല ഈ വിഷയത്തിൽ പ്രതിയാകുന്നത്. നിങ്ങൾ ബിസിനസ് ഓണർ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബില്ല് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആരാണോ നിങ്ങളായിരിക്കും ഇവിടെ പ്രതിയാകുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഫ്രോഡ് വർക്കുകൾ ചെയ്യുന്ന ആളുകൾ പറയുന്ന നിങ്ങൾക്ക് എമൗണ്ട് കുറച്ച് തരാം, പകുതിയാക്കി തരാം, ഇത്ര ശതമാനം കുറക്കാം എന്നൊക്കെ പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ജെന്യൂനിറ്റി ഉണ്ടോ എന്നുള്ളത് അറിയാൻ ആവശ്യമാണ്. മറ്റൊന്ന്, ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങൾ കയറുന്ന സൈറ്റുകളിൽ നിന്നും പേയ്മെൻറ്റ് കട്ടാകുമ്പോൾ അത് കറക്റ്റായ സൈറ്റുകളിലല്ല കയറുന്നതെങ്കിൽ നിങ്ങൾ വളരെ ചെറിയ എമൗണ്ടിനായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങളുടെ എമൗണ്ട് പോകുന്നത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത വലിയൊരു എമൗണ്ട്, നിങ്ങൾക്കത് രണ്ടാമത് തിരിച്ചു എടുക്കാൻ വേണ്ടി കഴിയാത്ത അവസ്ഥ വരും. ഇത് ഏത് ഭാഗത്ത് നിന്നാണ് കട്ടായത് എന്ന് കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ വളരെ കെയർഫുള്ളായി നമ്മൾ എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കുക. അതോടൊപ്പം തന്നെ ഏജൻറ്റുകൾ പലരും പറയുന്ന വാഗ്ദാനങ്ങളുടെ പിന്നിൽ പോയി നമ്മൾ സ്വയം നമ്മൾക്കൊരു കുരുക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്.